അങ്ങനെ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്ന നിയമങ്ങൾ എന്തൊക്കെയാണോ അത് രാജ്യത്ത് നടപ്പാക്കുക എന്നത് അംഗീകരിക്കാൻ മാത്രമേ സംസ്ഥാനങ്ങൾക്ക് കഴിയുകയുള്ളൂ. ഇനി അതിൽ എന്തെങ്കിലും രീതിയിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിൽ അതിനെ നിയമപ്രകാരം സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്യാം എന്നതിനപ്പുറത്തേക്ക് ഒരു നിയമവും നടപ്പാക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കാനായിട്ട് ഒരു സംസ്ഥാനത്തിനും കഴിയില്ല. അങ്ങനെ ചെയ്താൽ ആ ഒരു പ്രഖ്യാപനം പോലും ഭരണഘടനാ വിരുദ്ധമാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല എന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ആ പ്രസ്താവന നടത്തുന്നതിനോ ആ പറഞ്ഞിരിക്കുന്ന കാര്യം ചെയ്യുന്നതിനോ അദ്ദേഹത്തിന് നിയമപരമായിട്ട് യാതൊരു വിധത്തിലുള്ള അവകാശമോ അധികാരമോ ഇല്ല. തൻ്റെ സംസ്ഥാനത്തിന് അവകാശമില്ലാത്ത അധികാരമില്ലാത്ത ഒരു മേഖലയിലേക്ക് കടന്നു കയറിക്കൊണ്ട് അത് നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നത് ശുദ്ധ ഭോഷ്കാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട്ടിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പതിവ് പോലെ നമ്മുടെ മുഖ്യമന്ത്രി ആരാധ്യനായ സഖാവ് ശ്രീ പിണറായി വിജയൻ പറഞ്ഞിരിക്കുകയാണ്, കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല. ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് കോൺഗ്രസും പറഞ്ഞിട്ടുണ്ട് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാനായിട്ട് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന്. എന്നാൽ നിലവിൽ കേരളത്തിൽ ഭരണമില്ലാത്ത അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ഭരണമില്ലാത്ത കോൺഗ്രസിൻ്റെ വാദം തൽക്കാലം അവിടെ നിൽക്കട്ടെ. പക്ഷേ ഒരു സംസ്ഥാനത്തെ അധികാരമുള്ള CPMൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറയുകയാണ് കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല. ഇതേപോലെ തന്നെ ബംഗാളിൽ അവിടെ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജിയും ഇതേ അഭിപ്രായം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ വാസ്തവം എന്താണ്? ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി വിചാരിച്ചാൽ, ഒരു സംസ്ഥാനം വിചാരിച്ചാൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാതിരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഇതിനെപ്പറ്റി പറയുമ്പോൾ നമ്മൾ പരിഗണിക്കേണ്ടത് നമ്മുടെ ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിനെ കുറിച്ചാണ്. 7ാം ഷെഡ്യൂളിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ അധികാര പരിധി ഏതൊക്കെ വിഷയങ്ങളിലാണ് എന്നതിനെപ്പറ്റി നിർവചിക്കുന്നത്. അതേപോലെ തന്നെ സംസ്ഥാനങ്ങളുടെ അധികാര പരിധി ഏതൊക്കെ വിഷയങ്ങളിലാണ് എന്നും കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും അധികാരമുള്ള വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്നുമെല്ലാം തന്നെ ഭരണഘടനയുടെ 7ാമത്തെ ഷെഡ്യൂളിലാണ് വിവരിക്കുന്നത്. ഇതിൽ കേന്ദ്രത്തിന് അധികാരമുള്ള വിഷയങ്ങൾ യൂണിയൻ ലിസ്റ്റ് എന്ന പേരിലും സംസ്ഥാനങ്ങൾക്ക് അധികാരമുള്ള വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന പേരിലും ഇരുകൂട്ടർക്കും അധികാരമുള്ള വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റ് എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. അതായത് ഓരോ ലിസ്റ്റിലെയും വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരം അതാത് എൻറ്റിറ്റികൾക്കായിരിക്കും. അതായത് യൂണിയൻ ലിസ്റ്റിലുള്ള വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള പൂർണ്ണമായ അധികാരം കേന്ദ്ര സർക്കാരിനാണ്. അതേപോലെ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കാണ്. ഈ കൺകറന്റ് ലിസ്റ്റിൽ പെട്ടിരിക്കുന്ന വിഷയങ്ങളിൽ ഇരുകൂട്ടർക്കും നിയമനിർമ്മാണം നടത്താവുന്നതാണ്. എന്നാൽ ഒരേ വിഷയത്തിൽ സ്റ്റേറ്റ് തയ്യാറാക്കിയിരിക്കുന്ന നിയമവും യൂണിയൻ തയ്യാറാക്കിയിരിക്കുന്ന നിയമവും തമ്മിൽ എന്തെങ്കിലും രീതിയിലുള്ള ഭിന്നതകളുണ്ടെങ്കിൽ യൂണിയൻ നിയമം അവിടെ നിലനിൽക്കും എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. ഇനി നമ്മൾ പരിഗണിക്കേണ്ടത് പൗരത്വവുമായി ബന്ധപ്പെട്ട് ഇതിലേത് എൻറ്റിറ്റിക്കാണ് നിയമനിർമ്മാണത്തിനുള്ള അവകാശം എന്നാണ്. അങ്ങനെ നോക്കിയാൽ കേന്ദ്ര സർക്കാരിന് മാത്രം നിയമനിർമ്മാണത്തിന് അവകാശമുള്ള യൂണിയൻ ലിസ്റ്റിലെ 17, 18, 19 എന്നീ ഐറ്റങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ റെലവൻ്റ് ആകുന്നത്. ഇതിൽ യൂണിയൻ ലിസ്റ്റിലെ 17ാമത്തെ ഐറ്റത്തിൽ പറയുന്നത് സിറ്റിസൺഷിപ്പ്, നാച്ചുറലൈസേഷൻ, ഏലിയൻസ് എന്നീ 3 വിഭാഗങ്ങളെക്കുറിച്ചാണ്. അതായത് ഒരു വ്യക്തിയുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം നടത്തുന്നതിന് നാച്ചുറലൈസേഷൻ അഥവാ ഒരാൾ ഒരു രാജ്യത്ത് ഒരു നിശ്ചിത കാലപരിധിയിൽ എല്ലാ ഡോക്യുമെൻറ്റുകളോടും കൂടി ജീവിക്കുകയാണ് എങ്കിൽ, പ്രത്യേകിച്ച് അയാൾക്ക് യാതൊരു വിധത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലവും ഇല്ല എങ്കിൽ, നമ്മുടെ നാട്ടിലെ പൗരത്വമൊന്നും തന്നെ അയാൾ നിഷേധിച്ചിട്ടില്ല എങ്കിൽ അയാളിന് പൗരത്വം കിട്ടുന്ന രീതിയിലത്തേക്കുള്ള നാച്ചുറലൈസേഷനുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം. ഇനി ഏലിയൻസ് അഥവാ തദ്ദേശവാസികളല്ലാത്ത ആൾക്കാരുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം നടത്തുന്നതിനും പൂർണ്ണമായിട്ടുള്ള അധികാരമുള്ളത് കേന്ദ്ര സർക്കാരിനാണ്. ഇനി ഈ ലിസ്റ്റിൽ തന്നെയുള്ള 18ാമത്തെ ഐറ്റം എന്നത് എക്സ്ട്രഡീഷനുമായി ബന്ധപ്പെട്ടതാണ്. അതായത് പൗരത്വമില്ലാത്ത ഏതെങ്കിലും ഒരാളിനെ ഈ നാട്ടിൽ നിന്ന് നാട് കടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള തീരുമാനമെടുക്കുന്നതിനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ്. ഇതേ ലിസ്റ്റിൽ തന്നെയുള്ള 19ാമത്തെ ഐറ്റത്തിൽ പറയുന്നത് നമ്മുടെ നാട്ടിലേക്ക് ഒരാളിൻ്റെ പ്രവേശം, ഇവിടെ നിന്ന് ഒരാളിന് പുറത്തേക്ക് പോകുന്നതിനുള്ള കാര്യങ്ങൾ, ഒരാളിൻ്റെ ഇമിഗ്രേഷൻ, പാസ്പോർട്ട്, വിസ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണമാണ്. ഇതിനുമുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശവും അധികാരവും എല്ലാം തന്നെ കേന്ദ്ര സർക്കാരിനാണ്. ചുരുക്കി പറഞ്ഞാൽ പൗരത്വവുമായി ബന്ധപ്പെട്ടതും അല്ലെങ്കിൽ എക്സ്ട്രഡീഷനുമായി ബന്ധപ്പെട്ടതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം പാർലമെന്റിനാണ് അഥവാ കേന്ദ്ര സർക്കാരിനാണ്. അങ്ങനെ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്ന നിയമങ്ങൾ എന്തൊക്കെയാണോ അത് രാജ്യത്ത് നടപ്പാക്കുക എന്നത് അംഗീകരിക്കാൻ മാത്രമേ സംസ്ഥാനങ്ങൾക്ക് കഴിയുകയുള്ളൂ. ഇനി അതിൽ എന്തെങ്കിലും രീതിയിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിൽ അതിനെ നിയമപ്രകാരം സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്യാം എന്നതിനപ്പുറത്തേക്ക് ഒരു നിയമവും നടപ്പാക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കാനായിട്ട് ഒരു സംസ്ഥാനത്തിനും കഴിയില്ല. അങ്ങനെ ചെയ്താൽ ആ ഒരു പ്രഖ്യാപനം പോലും ഭരണഘടനാ വിരുദ്ധമാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല എന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ആ പ്രസ്താവന നടത്തുന്നതിനോ ആ പറഞ്ഞിരിക്കുന്ന കാര്യം ചെയ്യുന്നതിനോ അദ്ദേഹത്തിന് നിയമപരമായിട്ട് യാതൊരു വിധത്തിലുള്ള അവകാശമോ അധികാരമോ ഇല്ല.
തൻ്റെ സംസ്ഥാനത്തിന് അവകാശമില്ലാത്ത അധികാരമില്ലാത്ത ഒരു മേഖലയിലേക്ക് കടന്നു കയറിക്കൊണ്ട് അത് നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നത് ശുദ്ധ ഭോഷ്കാണ്. അത് ശ്രീ പിണറായി വിജയനും CPM-ഉം ഇനിയെങ്കിലും തിരിച്ചറിയണം എന്നുള്ള അപേക്ഷയോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.